രാജിവെക്കണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ DCC അധ്യക്ഷനടക്കമുള്ളവർ. MS ലിഷോയ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശദവിവരങ്ങൾ? മോദി, അതായത് ഈ മറ്റത്തൂരിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനായി തയ്യാറെടുക്കുന്നുണ്ട്. അത് വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് അതിനുശേഷം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച അംഗമാണ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ സ്ഥാനം മാത്രമല്ല, ഈ പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രസിഡന്റ് സ്ഥാനം നിലവിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച വ്യക്തിയാണ്. അപ്പോൾ വിമതയായി മത്സരിച്ച വ്യക്തിയാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJP പിന്തുണയോടുകൂടി വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ, കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച അംഗങ്ങളാണെങ്കിൽ പോലും അവരുടെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരാൾ മാത്രം രാജിവെച്ച് അങ്ങനെ താൽക്കാലികമായി തടിയൂരുക എന്നുള്ള ഒരു നയത്തിൽ DCCയെ സംബന്ധിച്ചും KPCC സംബന്ധിച്ചും ഒരു ഒരുക്കമല്ല എന്നുള്ള ഒരു നിലപാടാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ മാത്രം ചെയ്യുകയാണെങ്കിലും BJPയുമായുള്ള സഖ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ KPCCയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം ഈ മറ്റത്തൂരിലുള്ള വിമതരുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം വൈസ് പ്രസിഡന്റായ ആ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ ഒരു അംഗം, അവർ മാത്രം രാജിവെക്കും. മറ്റേത് വിമത സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അതിൽ യാതൊരു വിധത്തിലും രാജിവെപ്പിക്കാനായുള്ള ഒരു അവകാശമില്ല എന്നുള്ളൊരു കാര്യമാണ് അവരുടെ ന്യായമായി പറയുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോലും ഇവരുടെയൊക്കെ പിന്തുണയോട് കൂടി തന്നെയാണ് അവിടെ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സമ്മർദ്ദം ചെലുത്തി അത്തരത്തിൽ രാജിവെപ്പിക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് DCC സംബന്ധിച്ചും KPCC സംബന്ധിച്ചും ഉള്ളത്. ശരി, MS ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.